ഹലോ മൈ ഡിയർ ബികോം സ്റ്റുഡൻസ്, MG യൂണിവേഴ്സിറ്റി ബികോം 6th സെമ്മിൻ്റെ എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റഡീസ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും നിങ്ങൾ ടഫ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ സെഷൻ റിപ്ലൈ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്വിക്ക് റിവിഷൻ ആണെങ്കിലും ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും. മൈസെൽഫ് വെങ്കടേഷ്, ഫാക്കൽറ്റി ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ പഠിക്കാനുള്ളത്? ടോട്ടൽ 5 യൂണിറ്റ് ആണ് നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, സെക്കൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, തേർഡ് റേഷ്യോ അനാലിസിസ്, ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ടോട്ടൽ നമുക്ക് 5 യൂണിറ്റാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതായത് എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിഫറൻസ് എന്തൊക്കെയാണ്. ഇതിന് ഫുൾ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിക്കുന്നത്. സെക്കൻഡ് യൂണിറ്റ് അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. ഇതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷെഡ്യൂൾ 3 ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. വൺസ് ആ ഫോർമാറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോമൺ സെൻസ് സ്റ്റേറ്റ്മെൻറ്റും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അത് മൂന്നുമാണ് അതിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. നെക്സ്റ്റ് റേഷ്യോ അനാലിസിസ്. എന്താണ് റേഷ്യോ അനാലിസിസ്? ടൈപ്പ് ഓഫ് റേഷ്യോസ് ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇതിൽ ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ്. ആ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ, 15 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ക്യാഷ് ഫ്ലോയിൽ നിന്നുണ്ടാവും. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൻ്റെ ക്യാഷിൻ്റെ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മനസ്സിലാക്കാൻ പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു 3 ആക്ടിവിറ്റിയിലൂടെ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി. ഈ 3 ആക്ടിവിറ്റിയിലും നമ്മുടെ ക്യാഷിൻ്റെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും എങ്ങനെ കൃത്യമായി മനസ്സിലാക്കാം, എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് ഇത്രയും മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓരോ മൊഡ്യൂൾസിൽ നിന്നും അതിൻ്റെ വെയിറ്റേജ് ഉള്ള ഏരിയാസ് മനസ്സിലാക്കി ഇതിൽ നിന്ന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നാണ് നമ്മുടെ റിവിഷൻ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. സീ യു ദേർ.